ഹെയ്സൺ വില്യംസ് ഫോർമുല രൂപപ്പെടുത്തിയത് ആലൻ ഹെയ്സൺ, ഗാർഡിനർ വില്യംസ് എന്ന 2 ഹൈഡ്രോളിക് വിദഗ്ധരാണ്. ജലത്തിൻ്റെ ഒഴുക്കിൻ്റെ തോത്, പൈപ്പിൻ്റെ ഘടകത്തിൻ്റെ സവിശേഷത, ഫ്രിക്ഷൻ അഥവാ ഘർഷം, ഇവ 3ഉം തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ ഫോർമുല. V = Kcr/0.63 S/0.54 എന്നതാണ് ഹെയ്സൺ വില്യംസ് ഫോർമുല. ഇതിൽ V ജലത്തിൻ്റെ വേഗതയെ സൂചിപ്പിക്കുന്നു, K ഒരു കൺവേർഷൻ ഫാക്ടർ ആകുന്നു, C പൈപ്പിൻ്റെ മിനുസത്തിൻ്റെ അളവ്, R റേഡിയസ് അഥവാ വൃത്തപരിധി, S ഹെഡ് ലോസിനെ സൂചിപ്പിക്കുന്നു. ഇതിൽ സിയുടെ അളവിന് C വാല്യൂ അഥവാ മിനുസത്തിൻ്റെ സൂചകം എന്നറിയപ്പെടുന്നു. MFT പൈപ്പിൻ്റെ C വാല്യൂ സാങ്കേതികമായി തെളിയിക്കപ്പെട്ടത് 170 ആണ്. ഇനി 170 C വാല്യൂ ഉള്ള MFT പൈപ്പിൻ്റെ പ്രയോജനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഗൂഗിളിൽ ഹെയ്സൺ വില്യംസ് ഫോർമുല എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഹെയ്സൺ വില്യംസ് ഇക്വേഷൻ എന്ന സെർച്ച് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഓപ്പണായി വരുന്ന പേജിൽ ഹെയ്സൺ വില്യംസ് ഇക്വേഷൻ എന്ന ഹെഡിങ്ങിന് ചുവടെ ആക്ച്വൽ ഹെഡ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നതാണ്. പിന്നീട് SI യൂണിറ്റിന് താഴെ C വാല്യൂ 150 ഉള്ള PVC പൈപ്പിൻ്റെ ഹെഡ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് 3733.137.5 എന്ന ഉത്തരം ലഭിക്കും. ഇതിനുശേഷം C വാല്യൂ 170 ഉള്ള MFT പൈപ്പിൻ്റെ ഹെഡ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് 296076.2.6 എന്ന ഉത്തരം ലഭിക്കും. ഇതിൽ നിന്നും 2 പൈപ്പുകളുടെയും ഹെഡ് ലോസിലുള്ള വ്യത്യാസം 7723.74.9 ആണെന്ന് മനസ്സിലാക്കാം. ഈ വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ MFT പൈപ്പ് ഉപയോഗിച്ചാൽ 20 മുതൽ 25% വരെ വൈദ്യുതി ലാഭിക്കാൻ കഴിയുന്നതാണ്.